നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സർവകക്ഷിയോഗ തീരുമാനം അംഗീകരിക്കില്ല. സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ തന്നെ നിർത്തുമെന്ന് ബസ് ഉടമകൾ. ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കരുനാഗപ്പള്ളി തൊടിയൂരിൽ കാട്ടുപന്നി ആക്രമണം. ഓണത്തിന് വിളവെടുക്കുന്ന കൃഷികൾ നശിപ്പിച്ചു. 60 സെന്റ് സ്ഥലത്തെ ജൈവ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന കുടിശ്ശിക നൽകുക, ഓണം ബോണസായി 5000 രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. ചാരായവുമായി തൊടിയൂരിൽ 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശികളാണ് അറസ്റ്റിലായത്. 6 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. സർവകക്ഷിയോഗ തീരുമാനം അംഗീകരിക്കില്ല. സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ തന്നെ നിർത്തുമെന്ന് ബസ് ഉടമകൾ. പൊതുജനത്തിനും ബസ് ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമായ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ബുധനാഴ്ച മുതൽ ഭരണിക്കാവ് ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തണമെന്ന കോവൂർ കുഞ്ഞുമോൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനമാണ് സ്വകാര്യ ബസ് ഉടമകൾ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നത്. പൊതുജനത്തിനും ബസ് ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമായ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തുകയാണെന്ന് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ് 1 മുതലാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സ്വകാര്യ ബസ്സുകൾക്കൊപ്പം KSRTCയും സ്റ്റാൻഡിൽ നിർത്തി തുടങ്ങിയതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായി. പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നിട്ട് നിന്നു. എന്നാൽ ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഭരണിക്കാവിലെ വ്യാപാരികൾ മുന്നിട്ടിറങ്ങി. ഇതോടെ MLA 2 തവണ സർവകക്ഷി യോഗം വിളിച്ചു. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് 4 റോഡുകളിലും ബസ് ബേക്ക് മീറ്ററുകൾക്ക് മുന്നിൽ ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തത്. സ്വകാര്യ ബസ്സുകൾ ഈ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകാത്തത് വ്യാപാരികൾക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. ഭരണിക്കാവിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ഏതാണ്ട് 11 വർഷക്കാലമാണ് പഴക്കമുള്ളതാണ്. 2014 അവിടെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവുകയും അന്ന് മുതൽ അധികാരികൾ ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് വരുമ്പോൾ ഭരണിക്കാവിലെ ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം ഒടുവിൽ കഴിഞ്ഞ 15/7 അവിടെ സർവകക്ഷി യോഗം ചേർന്നു. ഞങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചില തീരുമാനങ്ങളെടുത്തു. ഏതായാലും നാടിൻ്റെ വികസനവും ഭരണിക്കാവിലെ ഗതാഗത കുരുക്കും ഒഴിയാൻ ഞങ്ങൾക്കൂടെ ആവശ്യമുള്ളതായതുകൊണ്ട്, കൂടാതെ ഞങ്ങളുടെ സർവീസുകൾക്ക് ദിനേന ആയിരക്കണക്കിന് രൂപ പെറ്റി സർക്കാരും പോലീസും RTO വകുപ്പും കൂടെ ചേർന്ന് ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റാൻഡിനെ അനുകൂലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ല ആരോടും ദേഷ്യമോ വൈരാഗ്യം തീർക്കാനോ അല്ല, വ്യാപാരികളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, അല്ലാതെ വ്യാപാരികൾക്കെതിരെ ഇതാക്കാനോ അല്ല. വ്യാപാരികൾ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി ഈ ഇവിടെ സ്റ്റാൻഡിൽ തന്നെ കയറണമെന്ന് പറഞ്ഞ് പ്രൈവറ്റ് ബസ്സുകാരെ ഒരുപാട് വേദനിപ്പിക്കുകയും ഒരുപാട് സ്റ്റാഫുമാരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പല മുതലാളിമാരും അറിയാതെ ഒരുപാട് ബെറ്റുകൾ ബസ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വ്യാപാരി തന്നെ. ഒരിക്കലും പ്രൈവറ്റ് ബസ്സുകാർ വ്യാപാരികളെ ദ്രോഹിച്ച് മുന്നോട്ട് പോകണമെന്നല്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സൗകര്യം വെച്ച് രാത്രി ആയാലും എത്ര ലേറ്റായാലും എവിടെ പോകാനായാലും ബസ് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ കടകളുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വ്യാപാരികൾക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും. അടുത്ത യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു നിൽപ്പായിരിക്കും. ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് 17-ാം തീയതിയായി ഇതുവരെയും മുഴുവൻ യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഒരേ സ്വരത്തിൽ ഉള്ള അഭിപ്രായം ഇത് ഏറ്റവും വിജയകരമായ ഒരു യാത്രാ സൗകര്യം, ഏറ്റവും നല്ലതുപോലെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ആഗസ്റ്റ് മാസം 1-ാം തീയതി തുടങ്ങിയ ഈ പരിപാടി അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില വ്യാപാരി വ്യവസായികളുടെ സമ്മർദ്ദം മൂലം MLA വീണ്ടും 4/8 പഞ്ചായത്തിൽ കൂടി തീരുമാനം മാറ്റുകയുണ്ടായി. പക്ഷേ തീരുമാനം മാറ്റിയെങ്കിൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിൽ ബസ് ജീവനക്കാരും അതൃപ്തരാണ്. ജംഗ്ഷനിൽ ബസ് നിർത്തുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെറ്റി ലഭിക്കുന്നത് നിത്യസംഭവമാണ്. എന്നാൽ സ്റ്റാൻഡ് യാഥാർത്ഥ്യമായതോടെ ഇത് പൂർണ്ണമായി നിലച്ചതായി ജീവനക്കാർ പറയുന്നു. യാത്രക്കാർക്കും ബസ്സുകൾ സ്റ്റാൻഡിൽ തന്നെ നിർത്തണമെന്ന അഭിപ്രായമാണുള്ളത്.
നേരത്തെ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നതിന് 4 റോഡുകളിലും പോകണമായിരുന്നു. എന്നാൽ സ്റ്റാൻഡ് യാഥാർത്ഥ്യമായതോടെ ഇതിന് പരിഹാരമായി. ചില രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യാപാരികളും ചേർന്ന് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ അഞ്ചാലുമൂട്ടിൽ നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പേരിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലാണ് ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് സൗത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അഞ്ചാലുമൂട്ടിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി അഞ്ചാലുമൂട് ഏരിയ സെക്രട്ടറി ജയചന്ദ്രൻ, പ്രസിഡന്റ് എം ഹുസൈൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള, ജനറൽ സെക്രട്ടറി ഷിഹാസ്, ദേശീയ അത്ലറ്റ് AK ബാലൻ തുടങ്ങിയവർ അഞ്ചാലുമൂട്ടിൽ നടത്തിയ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വ്യാപാര സമൂഹത്തിൻ്റെ ആകെ ഏകോപന സമിതിയെന്നോ വ്യാപാരി സമിതിയെന്നോ മാത്രമല്ല, വ്യാപാരിയുടെ വിഭാഗത്തിലുള്ള എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും. പിന്നെ ഈ നാട്ടിലെ പൈസ നമ്മുടെ നാട്ടിൽ തന്നെ, ഇപ്പോൾ അഞ്ചാലുമൂട്ടിലെ എൻ്റെ സുഹൃത്തായ ഹുസൈൻ്റെ കടയിൽ നിന്ന് മലക്കറി സാധനം മേടിക്കുന്ന ഒരാൾ ഹുസൈൻ ആ കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത കട ഗോപാലകൃഷ്ണൻ്റെ കടയിൽ കൊണ്ട് കൊടുത്ത് ഒരു നാരങ്ങ വെള്ളം കുടിക്കും. അവിടെ നിന്ന് മേടിച്ച് നമ്മുടെ ആശിലിയുടെ കടയിൽ പോയി ഒരു നോട്ട് ബുക്ക് മേടിക്കും. ഈ പൈസ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ ഓൺലൈൻ വ്യാപാരം വന്ന സ്ഥിതിക്ക് നമ്മുടെ പൈസ അഞ്ചാലുമൂട്ടിനും നിന്നും കൊല്ലത്തു നിന്ന് കേരളത്തിൽ ഇങ്ങനെ വെളിയിലോട്ടും പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലും പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിതി ഇപ്പം ഈ വ്യവസ്ഥകൾ മാറുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ ഇപ്പം നമ്മുടെ മാളുകൾ, ഈ നാട്ടിൻ പുറങ്ങളിലോട്ട് എങ്ങനെ മാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ലുലു മാള് ഇതിനു മുമ്പ് കൊച്ചിയിലും ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കൊട്ടിയത്ത് വന്നു. ഇതിപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു നാട്ടിൻപുറമായിട്ടുള്ള പത്തനാപുരത്തോട്ട് വരെ വരാൻ പോയാണ്. അത് ചെറുകിട വ്യാപാരികൾ അവർ കടമുറിക്ക് വാടക കൊടുത്ത്, ജോലിക്കാരന് കാശ് കൊടുത്ത്, കറണ്ട് ചാർജ് 3 രൂപ ഉള്ളത് കച്ചവടക്കാരന് 8 രൂപ അടച്ച്, അവരുടെ കുടുംബങ്ങൾ, അവരെ തീർച്ച പറ്റുന്ന ആയിരക്കണക്കിന് ചെറുകിട വ്യാപാരികളുണ്ട്. അവരെയൊക്കെ അവരെയൊക്കെ നിഷ്ഠൂരമാക്കിക്കൊണ്ട് ഓൺലൈൻ വ്യാപാരം അവർക്ക് യാതൊരു നിയന്ത്രണവും സർക്കാർ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന ചെറുകിട വ്യാപാരികൾ ഇന്ന് നിർധനരായി വായിക്ക് നോക്കിയിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ പ്രദേശം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് അഞ്ചാലുമൂട് പ്രദേശം മുൻകാലങ്ങളിൽ ചെറുകിട വ്യവസായം വളരെയധികം, അതായത് കയർ മേഖലയുടെ ഈറ്റില്ലമായിരുന്നു ഈ അഞ്ചാലുമൂട് പ്രദേശം. ഇന്ന് ആ ഒരു നമുക്കെല്ലാവർക്കും അറിയാം, കയർ മേഖല നമ്മുടെ പ്രദേശത്തു നിന്നും അന്യായപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട വ്യവസായങ്ങളെല്ലാം തന്നെയും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വ്യാപാരം വേണ്ട എന്നല്ല പറയുന്നത്, വേണം. പക്ഷേ അതിനൊരു നിയമം നടപ്പിലാക്കി ഞങ്ങളുടെ ചെറുകിട വ്യവസായികളെയും വ്യാപാരികളെയും സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ കൂടുതലും ഇപ്പോൾ ഈ ഓൺലൈൻ വഴി ഉള്ള വ്യാപാരമാണ് നടത്തുന്നത്. ആ സമയത്ത് ഇവിടെ ചെറുകിട വ്യാപാരികളെയും സംബന്ധിച്ചിടത്ത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്ന പൈസ ഇവിടെ തന്നെ ചെലവാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ഓൺലൈൻ വഴി പോകുന്ന വ്യാപാരം വിറ്റഴിക്കുന്ന സമ്പത്ത് ഇത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും ക്യാമ്പയിന്റെ ഭാഗമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ പായ്ക്കുഴിയിൽ ആത്മാഭിമാന സംഗമം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ് എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു പരിപാടി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സംഗമം. പായ്ക്കുഴിയിൽ നടന്ന സംഗമം KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. അവകാശം ചോദിക്കാൻ നമുക്ക് മടിയായിരുന്നു. അവകാശം ചോദിച്ചു വാങ്ങിക്കേണ്ടതാണെന്ന് പഠിപ്പിച്ചവർ ആണ് നമ്മുടെ പിന്തുടർന്നത്. അങ്ങനെയാണ് നമുക്ക് ഇന്നുള്ള സൗഭാഗ്യങ്ങളെല്ലാം നേടിയെടുത്തത്. കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലായിരുന്ന ഒരു നാട്ടിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കയറിക്കിടക്കാനുള്ള ഇടവും ഉണ്ടാക്കി കൊടുത്ത അത് 57 മുതൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 മുതൽ
അതുകൊണ്ട് 2025 ഈ ദിവസം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്ത എപ്പോഴും അവർ പാവപ്പെട്ട ജനവിഭാഗത്തോടായിരുന്നു. ആ പാവപ്പെട്ട ജനവിഭാഗമാണ് ഇരിക്കുന്നത്. അതിസമ്പന്നന് അവന് വീടിൻ്റെ ആവശ്യമില്ല, അവന് ക്ഷേമ പെൻഷൻ്റെ ആവശ്യമില്ല. ഇപ്പം സമ്പന്നന്മാരിൽ ചിലരെങ്കിലും ഈ ദുർബല ജനവിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനും അവർക്ക് ഈ നാട് സമ്മാനിച്ച ഭൂമിയും കയറിക്കിടക്കാനുള്ള വീടും എല്ലാം അവർക്കൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹം തുടങ്ങി. ജില്ലാ കമ്മിറ്റി അംഗം പി ബിന്ദു അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അർമുഖൻ സ്വാഗതം പറഞ്ഞു. KSKTU ഏരിയ പ്രസിഡന്റ് കെ സുഭാഷ്, അഡ്വക്കേറ്റ് N അനിൽകുമാർ, അഡ്വക്കേറ്റ് G സുഹോത്രൻ, സരസ്വതി പാട്ടത്തിൽ, L സുകുമാരി, അനിത എന്നിവർ പങ്കെടുത്തു. ആ ദിവസങ്ങളിലെ പത്രങ്ങളിലും ടിവിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നാം മുഴങ്ങിയ ചില ശബ്ദങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു, കർഷക തൊഴിലാളി യൂണിയൻ. ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്ക് നൽകുന്ന പെൻഷൻ കൈക്കൂലിയല്ല, അത് ഓരോ കർഷക തൊഴിലാളിയുടെയും അഭിമാനമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാനാണ്. പക്ഷെ രാജവാഴ്ചയുടെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ അതൊക്കെ എന്തിനാണ് നമ്മൾ ഓർക്കുന്നതെന്ന് തോന്നിയാൽ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തിയതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി തൊടിയൂരിൽ കാട്ടുപന്നി ആക്രമണം. ഓണത്തിന് വിളവെടുക്കുന്ന കൃഷികൾ നശിപ്പിച്ചു. തൊടിയൂർ 16-ാം വാർഡിൽ ശിവാലയത്തിൽ ബാബുവിന്റെ കൃഷിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നി നശിപ്പിച്ചത്. 60 സെന്റ് സ്ഥലത്തെ ജൈവ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. കരുനാഗപ്പള്ളി തൊടിയൂരിലാണ് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായത്. ഓണത്തിന് വിളവെടുക്കാനിരുന്ന കൃഷിയിടമാണ് പന്നി നശിപ്പിച്ചത്. തൊടിയൂർ 16-ാം വാർഡിൽ ശിവാലയത്തിൽ ബാബുവിന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. മരച്ചീനി, ചേന, ചേമ്പ്, കൂവ, ഇഞ്ചി മുതലായവ നശിപ്പിക്കപ്പെട്ടു. ഉപജീവന മാർഗത്തിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനായിരുന്ന സുഭാഷ് വിട്ടു നൽകിയ 60 സെന്റ് സ്ഥലത്തെ ജൈവ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. കൃഷി ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഏരിയയാണ്. പക്ഷേ എന്തോ ഈ കാട്ടുപന്നിയുടെ ഒരു ശല്യം തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5-6 മാസത്തിന് മുമ്പും ഇതേപോലെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമുക്ക് വിശ്വാസം വന്നില്ല കാട്ടുപന്നി തന്നെയാണോ എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട്, കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഒരു പ്ലോട്ടിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അത് അവിടെ നിന്നാണ് ഈ കാട്ടുപന്നി വരുന്നതെന്നാണ് നമ്മളെ നിഗമനം. അപ്പോൾ കൃഷകനായ ബാബു കഷ്ടപ്പെട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പം ഇതിൽ വന്ന ഒരു നഷ്ടം അദ്ദേഹത്തിന് 1000 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാകാം. അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് നോക്കി അദ്ദേഹത്തിന് അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 2ാം തവണയാണ് കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. സമീപ പഞ്ചായത്തുകളിൽ പന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും തൊടിയൂരിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. പലപ്പോഴും രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർക്ക് പന്നികൾ ഭീഷണിയായിട്ടുണ്ടെന്നും സമീപവാസികൾ പറഞ്ഞു. സമീപത്തെ കുറ്റിക്കാടാണ് ഇതിന്റെ താവളമെന്നാണ് നിഗമനം. ബാബുവിന് നഷ്ടപരിഹാരം നൽകുന്നതിനും പന്നിയെ ഇല്ലാതാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം സുനിത പറഞ്ഞു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ ഈ ബാബു എന്ന് പറയുന്ന കർഷകന്റെ കൃഷിയിടമാണ്. ഒരു വ്യക്തി പാട്ടത്തിന് കൊടുത്ത സ്ഥലത്ത് വളരെയേറെ കടബാധ്യതകളുള്ള ഒരു വ്യക്തിയാണ് ഈ ബാബു. അദ്ദേഹം കൃഷി ചെയ്തതാണ്. കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം. അപ്പോൾ പല പ്രാവശ്യമായി കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാവുകയും അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ കയറി കൃഷി മൊത്തം നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കയറി അദ്ദേഹത്തിൻ്റെ ഓണക്കാലത്തേക്ക് കച്ചവടത്തിനായി നിർത്തിയിരുന്നതാണ്. ഓണക്കാലത്ത് അത് വിളവെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹവും കുടുംബവും. അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ കാട്ടുപന്നി മൊത്തം നശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്തിലും വനം വകുപ്പിലും കൃഷി ഓഫീസിലുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അധികൃതർ പെട്ടെന്നൊരു നടപടി എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇന്ത്യയിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന് സാധ്യതയേറുന്ന കാലമാണ് കടന്നുവരുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും C കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന് സാധ്യതയേറുന്ന കാലമാണ് കടന്നുവരുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ സർക്കാരും പിന്തുണയ്ക്കുന്നുണ്ട്. GST 5% മാറ്റാൻ കേരളം കത്ത് നൽകിയിട്ടുണ്ട്. അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് വിശ്വസിക്കാമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് A അജികുമാർ അധ്യക്ഷത വഹിച്ചു.
വനിതാ സംരംഭക പുരസ്കാര വിതരണം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. M നൌഷാദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ചലച്ചിത്ര താരം സാധിക വേണുഗോപാൽ മുഖ്യാതിഥിയായി. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി CB പാപ്പച്ചൻ റിപ്പോർട്ടും ട്രഷറർ എബിൻ നൌഷാദ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കിരൺ S പാലക്കൽ, ഫുഡ് സേഫ്റ്റി ഡെപ്യൂട്ടി കമ്മീഷണർ S അജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ, ട്രഷറർ CP പ്രേംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ OCVയിൽ സൗത്ത് സ്റ്റോർ തുറന്നു. കേരള വിഷൻ സൗത്ത് വോയിസിന്റെ നേതൃത്വത്തിലാണ് സൗത്ത് സ്റ്റോർ ആരംഭിച്ചത്. സൗത്ത് വോയിസ് MD ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൗത്ത് വോയിസിന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ OCVയിൽ സൗത്ത് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. സൗത്ത് വോയിസ് MD ബിനു ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരു കമ്പനി തന്നെ 4 പുതിയ പ്ലാന്റ് തുടങ്ങിയിട്ട് അവൻ ഫൈബറിന്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകും. എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും അവൻ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത ഫൈബറുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരുമെന്നുള്ള മുൻവിധിയുടെ അടിസ്ഥാനത്തിലും ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസായം. ഇത് നമ്മുടെ ഇടയിൽ എല്ലാം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താ? വില മാത്രമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംബന്ധിച്ച് നോക്കുന്നത്. ആ ക്വാളിറ്റി നോക്കുന്നത് എങ്ങനെയാ? ഫൈബർ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഫൈബറിന്റെ എന്താ പറയാ മറ്റേ സ്ട്രെങ്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. സ്റ്റീലാണോ FRP ആണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആ ഗ്ലാസ് ഫൈബറിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് നമുക്ക് നോക്കാനും അറിയില്ല. നമ്മൾ ഇതുവരെ എവിടെയെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫൈബർ വാങ്ങിയിട്ടില്ല. സൗത്ത് വോയിസ് ചെയർമാൻ ബിനു P അധ്യക്ഷത വഹിച്ചു. OCV മാനേജിംഗ് ഡയറക്ടർ അഫ്സൽ സ്വാഗതം പറഞ്ഞു. COA ഓച്ചിറ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സെക്രട്ടറി അനു, സൗത്ത് വോയിസ് ഡയറക്ടർമാരായ താജ് ഗോപാൽ, സുരേഷ് ബാബു, അജി, ശ്രീജിത്ത് S പിള്ള, തിലകരാജ് എന്നിവർ പങ്കെടുത്തു. ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ്, നമ്മുടെ കേബിൾ TV ബ്രോഡ്ബാൻഡ് ബിസിനസിന്റെ ആക്സസറീസ് സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കടന്നു. തീർച്ചയായിട്ടും നമുക്കും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന, നമുക്കറിയാം ഇന്ന് അതിനകത്ത് പറയുമ്പോൾ നമുക്കറിയാം ഡിജിറ്റലിന്റെ ഒരു വരുമാനം നമുക്ക് ഉണ്ടായിരുന്നു. അതിനകത്തൊരു കുറവ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കേണ്ട വന്നു. അപ്പോൾ അതിനകത്തൊരു വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ സ്ഥിതി എന്നറിയാം, നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും ഡിജിറ്റലിൽ നിന്നും ഒക്കെ ഒരു വരുമാന കുറവ് വന്നു കഴിഞ്ഞാൽ നാളെ നമ്മുടെ സ്ഥിതി, കാര്യം നമ്മുടെ ചെലവ് വർദ്ധിക്കുന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ വലിയ ബന്ധപ്പാടുണ്ടാവും. ഏതൊക്കെ സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അതിന്റെ എല്ലാം ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ സൗത്ത് വോയിസിനെ കാണുന്നതും സൗത്ത് വോയിസ് കൊടുക്കപ്പെട്ടുള്ള സൗത്ത് സ്റ്റോറിനെ കാണുന്നു. OCV ചെയർമാൻ അനിൽകുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന കുടിശ്ശിക നൽകുക, ഓണം ബോണസായി 5000 രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. UPA ഗവൺമെന്റ് നടത്തി വരുത്തിയ സ്ത്രീകളുടെ അത്താണിയായ തൊഴിലുറപ്പ് സംരംഭങ്ങളുടെ ഇല്ലാതാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വിവിധ വാർഡുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ വൻപിച്ച ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരം സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണ ബോണസായി 5000 രൂപ നൽകുക, വേതന കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കൊണ്ടുവരുന്ന പുതിയ വ്യവസ്ഥകൾ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുമെന്നും അവകാശങ്ങൾ സംരക്ഷിക്കാനും നേടിയെടുക്കാനും ജനപ്രതിനിധി എന്ന നിലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരത്തോടൊപ്പം ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. അധികാരത്തിന്റെ ശീതള ഛായയിൽ കഴിയുന്നതുകൊണ്ടും ഇഷ്ടംപോലെ സുഖസൗകര്യങ്ങൾ ഈ രണ്ട് കൂട്ടർക്കും ഉള്ളതുകൊണ്ടും പട്ടിണിക്കാരുടെയും പാവപ്പെട്ടവരുടെയും കാര്യം ഇപ്പം പറയേണ്ട ആവശ്യമില്ല. 2, ഈ സമരത്തിന് നിങ്ങൾ വരാൻ കാരണം നിങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല എന്ന്. എപ്പോഴും ജാതിയും മതവും വർഗവും വർണ്ണവും ഗോത്രവും ഒക്കെ പറഞ്ഞ് വിട്ടുപിടിക്കൽ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. എപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമുണ്ട്. ഇവരാരും നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനോ പറയേണ്ടിടത്ത് പറയുവാനോ നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുവാനോ വന്നിട്ട്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ് സമരപ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ S ഗീതാകുമാരി, മാളു സതീഷ്, മിനി പൊന്നൻ, ദിലീപ് ശങ്കർ, ഗീതാ രാജു, ബേബി വേണുഗോപാൽ, B സമന്തികുമാരി, കയ്യാലത്തറ ഹരിദാസ്, മെഹർഖാൻ ചേന്നല്ലൂർ, K മോഹനൻ, അയ്യാണിക്കൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
കേരള പ്രവാസി സംഘം ശൂർനാട് ഏരിയ സമ്മേളനം ചക്കുവള്ളിയിൽ നടത്തി. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി. കേരള പ്രവാസി സംഘം ശൂർനാട് ഏരിയ സമ്മേളനം ചക്കുവള്ളിയിൽ നടത്തി. സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. പൈസ വന്നില്ലല്ലോ, അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പൈസ കൊടുക്കാനുണ്ടോ എന്നാണ്. അത്തരത്തിൽ മരുന്ന് വാങ്ങിക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു ദിവസം പെൻഷൻ ഒന്ന് താമസിച്ചാൽ ദുഃഖിക്കുന്ന സഹോദരന്മാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഇപ്പോൾ 100 കണക്കിന് 150 പേര് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഈ സംഘടനയുടെ നേതാക്കന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ സംഘടനാ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രതിനിധികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ സമ്മേളനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകണമെങ്കിൽ ഇവിടെ വന്നിരുന്നു ഞാൻ കുറെ പ്രസംഗിച്ചു. ഇവിടെ നിസാർ പ്രസംഗിക്കും, നമ്മുടെ ശശിയേട്ടൻ സംസാരിക്കും, മറ്റു സംഘടനാ നേതാക്കന്മാരെല്ലാം സംസാരിക്കും. അത് കേട്ടുകൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഈ സംഘടനയുടെ ആത്മാർത്ഥതയുള്ള ആളുകൾ, ഈ സംഘടനയുടെ നേതാക്കന്മാരുടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ അധിവസിക്കുന്ന എന്റെ ചുറ്റുവട്ടമുള്ള എന്റെ പ്രദേശത്തുള്ള പ്രവാസികളെ കാണണം. പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് വിജയസൂരി അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ അനുശോചനം അവതരിപ്പിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് സന്തോഷ് പാലമൂട് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPM ശൂരനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ശശി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ രാജേന്ദ്രൻ കുളങ്ങര, ഹാഷിം തോട്ടുകര, ജില്ലാ വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി, ഹുസൈൻ അക്കരയിൽ, പ്രതാപൻ, രാജേന്ദ്രൻ, രാമനിലയം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. രാമായണ സദസ്സ് സംഘടിപ്പിച്ചു. NSS കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാമായണത്തെ ആസ്പദമാക്കി പ്രശ്നോത്തരി, പാരായണ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കുന്നത്തൂർ താലൂക്ക് യൂണിയൻ രജത ജൂബിലി ഹാളിലാണ് രാമായണ സദസ്സ് സംഘടിപ്പിച്ചത്. യൂണിയൻ പ്രസിഡന്റ് VRK ബാബു ഉദ്ഘാടനം ചെയ്തു. മാനവരാശിക്ക് മൊത്തത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുള്ള സന്ദേശത്തോടുകൂടി വളരെ വ്യക്തമായി രചിക്കപ്പെട്ടിട്ടുള്ള പുരാണങ്ങളിൽ ഏറ്റവും നല്ല പുരാണമായ രാമായണം നമ്മൾ കഴിഞ്ഞ ദിവസമായി വായിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക. അതിൻ്റെ സാരാംശം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ അറിവ് പരമാത്മമായതിലുള്ള അറിയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. തീർച്ചയായും വളരെ ആഴത്തിൽ തന്നെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. രാമായണത്തെ ആസ്പദമാക്കി പ്രശ്നോത്തരി, പാരായണ മത്സരം എന്നിവയും നടന്നു. പ്രശ്നോത്തരിയിൽ വിജയികളായവർക്ക് യൂണിയൻ പ്രസിഡന്റ് ഉപഹാരങ്ങൾ നൽകി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് N സോമൻപിള്ള, യൂണിയൻ സെക്രട്ടറി M അനിൽകുമാർ, K ഷിജു, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, NSS പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, MSSS കോർഡിനേറ്റേഴ്സ്, വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തൊടിയൂരിൽ വാറ്റുചാരായം പിടികൂടി. സംഭവത്തിൽ കരുനാഗപ്പള്ളി സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 6 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തൊടിയൂർ ഭാഗത്തു നിന്നുമാണ് 6 ലിറ്റർ ചാരായം പിടികൂടിയത്. ചാരായം കടത്താൻ ഉപയോഗിച്ച ഹോണ്ട ആക്ടീവയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. കരുനാഗപ്പള്ളി പാവുമ്പ സ്വദേശി ബിനു, തൊടിയൂർ സ്വദേശി അപ്പുസ് എന്നിവരാണ് അറസ്റ്റിലായത്. അശ്വന്ത് സുന്ദരം, CA വിജു, K പ്രസാദ്, S നിഷാദ്, M സുജിത് കുമാർ, കൃഷ്ണ, വിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുണ്ടറ മുക്കോട് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ ഉദ്ഘാടനം നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. 1 കോടി രൂപ വിനിയോഗിച്ചാണ് മിനി സ്റ്റേഡിയം നവീകരിച്ചത്. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലാണ് മുക്കോട് മിനി സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ നവീകരണ ഉദ്ഘാടനമാണ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചത്. PC വിശ്വനാഥ് MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വകയിരുത്തിയാണ് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണം നടത്തിയത്. സ്പോർട്സിന്റെ ആവശ്യകതയെപ്പറ്റി എടുത്ത് പറയേണ്ടതില്ല. ചിങ്ങമാസം 1-ാം തീയതി തന്നെ ഇങ്ങനൊരു പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ചിങ്ങം നമ്മുടെ നാട്ടിൽ പുതിയ വർഷത്തിൻ്റെ പിറവി കുറിക്കുന്ന മാസമാണ്. കർക്കിടകത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് കടക്കുന്നു. പ്രകാശമാനമായ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന, കാർഷിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും നന്മ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അത് കലണ്ടറിൽ എഴുതി പുതിയൊരു മാസം എന്ന് പറയുന്നതുകൊണ്ടല്ല, പ്രകൃതി
വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി മനുഷ്യരെ പഠിപ്പിച്ചതാണ് ഓരോ മാസങ്ങളെ പറ്റിയുള്ള കാലഘടന. കർക്കിടക മാസത്തിൽ ചെയ്യാത്ത, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ പല ദുരിതങ്ങളുമുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്നൊക്കെ കാർഷിക മേഖലയിൽ തന്നെ നമ്മളെ കാണിച്ചതാണ്. അപ്പോൾ ചിങ്ങം നല്ല തെളിച്ചമുള്ളതാണ്. ഇപ്പോൾ പ്രകൃതിയിലെ ചില മാറ്റം കാരണം ചിങ്ങമാസത്തിൽ ചിങ്ങവെയിൽ വരുന്ന ദിവസം മഴയൊക്കെ പെയ്യുന്നുണ്ടാവും. അത് കാലാവസ്ഥയുടെ ചെറിയ മാറ്റങ്ങൾ കാരണമാണ്. പക്ഷേ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇനി ഈ വർഷം മുന്നോട്ട് പോകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വേളയിൽ PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൾഡ്വിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ്, വൈസ് പ്രസിഡന്റ് R. ഓമനക്കുട്ടൻപിള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. വിനോദ, G. വിനോദ് കുമാർ, SL സജികുമാർ, R. സേതുനാഥ, ഷൈനി തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് അവസാന ഘട്ടത്തിലെങ്കിലും 2023-24 കാലയളവിലാണ് സർക്കാരിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചിരുന്നത്. അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയോടും സർക്കാരിനോടുമുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരയോഗാംഗത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകി NSS. ചവറ കോട്ടയ്ക്കകം NSS കരയോഗവും വനിതാ സമാജവും ചേർന്ന് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കരയോഗ അംഗമായ സിന്ധുവിന് വീടിന്റെ താക്കോൽ കൈമാറി. എന്റെ പാദമിടറാതിരിക്കുവാൻ ചവറ കോട്ടയ്ക്കകം 2741 നമ്പർ NSS കരയോഗത്തിന്റെയും 1473 നമ്പർ വനിതാ സമാജത്തിന്റെയും ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരയോഗാംഗമായ ശിവശാന്തിയിൽ സിന്ധുവിന് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള കൈമാറി. കരയോഗത്തിന് ശക്തിയുണ്ട്. കരയോഗം വിചാരിച്ചാൽ എന്ത് കാര്യവും നടക്കും. പ്രത്യേകിച്ച് അതിന് ചടുലതയുള്ള ഈ പ്രസിഡന്റിനെ പോലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സെക്രട്ടറി, അതിന് സവിശേഷതയുള്ള ഒരു സെക്രട്ടറിയാണ്. ഞാൻ 154 കരയോഗങ്ങൾ, 154 കരയോഗങ്ങളുടെ സെക്രട്ടറിമാരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമില്ലേ. നിരന്തരം അവരുടെ പ്രവർത്തനത്തെയൊക്കെ കാണാനും കേൾക്കാനും വിലയിരുത്താനും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശം കൊടുക്കാനും കുറ്റം പറയാനും നല്ലത് പറഞ്ഞാൽ അവരെയൊക്കെ അനുഗ്രഹിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യമുള്ള ഒരാളല്ലേ ഞാൻ. അതിന് വെളിയിലും NSSന്റെ ട്രഷറർ എന്നുള്ള നിലയിൽ എനിക്ക് മറ്റ് യൂണിയനുകളിലും അറിയാം, ബന്ധങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ ഇവിടെ അവർ ശക്തരാണ്. അങ്ങനെ ഒരു നേതൃത്വം തുനിഞ്ഞിറങ്ങിയാൽ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന സമൂഹമാണ് നായർ സമുദായം. കരയോഗത്തിലെ അത് പറഞ്ഞില്ലേ, എത്ര ആളുകൾ അങ്ങോട്ട് ചെന്ന് പറയുകയല്ലേ. അതും സാധാരണക്കാർ, ഒരു വീടില്ലാത്ത ദുഃഖത്തെക്കുറിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ളവർ, ആ വലിയൊരു മഹത്തായ യജ്ഞത്തിൽ പങ്കുചേരാൻ സന്മനസ് കാണിക്കുന്നവർ, അങ്ങനെ ഒട്ടേറെ ശക്തിയുള്ള കരയോഗമാണ്. പക്ഷെ ആ ശക്തി, സ്വന്തം ശക്തി അറിയുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ജാംബാവന്റെ റോള് എന്ന് പറയുന്നത് രചന ചന്ദ്രശേഖരൻ സാറിന്റെ മകൻ ആണ് ആ റോള് ഏറ്റെടുത്തത്. കരയോഗം പ്രസിഡന്റ് B. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി G. ശിവശങ്കരപിള്ള സ്വാഗതം പറഞ്ഞു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ ഡോക്ടർ G. ശങ്കർ ആദരവ് നിർവഹിച്ചു. NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. ഉണ്ണികൃഷ്ണപിള്ള, വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഇന്ദിര രാമചന്ദ്രൻ, യൂണിയൻ സെക്രട്ടറി അരുൺ G. നായർ, സജീവ് കുമാർ, വേണുകുമാർ, അഡ്വക്കേറ്റ് V. രാജീവ്, വേണുകുമാരൻ നായർ, ചവറ സുരേന്ദ്രൻപിള്ള, ലളിതാഭായി, ഗംഗാദേവി, K. രാമചന്ദ്രൻപിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സർവകക്ഷിയോഗ തീരുമാനം അംഗീകരിക്കില്ല. സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ തന്നെ നിർത്തുമെന്ന് ബസ് ഉടമകൾ. ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കരുനാഗപ്പള്ളി തൊടിയൂരിൽ കാട്ടുപന്നി ആക്രമണം. ഓണത്തിന് വിളവെടുക്കുന്ന കൃഷികൾ നശിപ്പിച്ചു. 60 സെന്റ് സ്ഥലത്തെ ജൈവ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന കുടിശ്ശിക നൽകുക, ഓണം ബോണസായി 5000 രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. ചാരായവുമായി തൊടിയൂരിൽ 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശികളാണ് അറസ്റ്റിലായത്. 6 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.